ശേഷം ഇവിടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 10 രൂപയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പുതുത്തവണയൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാം നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് പറഞ്ഞുതരും. എന്താണ് മ്യൂച്വൽ ഫണ്ട്, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 30 days 30 ഫൈനാൻസ് കണ്ടൻറ്റിൽ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണെന്ന് പറയാൻ പോകുന്നത്. നമ്മളെപ്പോഴത്തെയും പോലെ ഫുൾ ഡീറ്റെയിൽ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് പോലും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് പറഞ്ഞുതരും. അപ്പോൾ അതിന് നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പറയാം. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് കുറേ പേർക്ക് അറിയാൻ ഭയങ്കര താല്പര്യമുള്ള, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ മ്യൂച്വലായിട്ട്, അതായത് കുറേ ആളുകൾ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളിപ്പോൾ കുറേ ആൾക്കാർ കൂടിയിട്ട് ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതിപ്പോൾ സ്റ്റോക്സിൻ്റെ ഇതായിരിക്കാം, അല്ലെങ്കിൽ ഡെപ്റ്റിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആയിരിക്കാം, പല സംഭവങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളുടെ കയ്യിൽ പൈസ കൊടുക്കുന്നു. അയാൾ നല്ല സ്റ്റോക്കുകൾ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ വേണമെങ്കിൽ പറയാം. അതാണ് ശരിക്കും ആക്ച്വലി മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്ന ഒരു സംഭവം. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കുറേ കൊല്ലങ്ങളെടുത്ത് പഠിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. പക്ഷേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനുള്ള റിട്ടേൺ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫണ്ട് മാനേജർ ഉണ്ട്. അപ്പോൾ ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിരിക്കുന്ന കുറേ കൊല്ലങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും. അപ്പോൾ അയാൾ നമ്മുടെ പൈസ എടുത്തതിന് ശേഷം ഏറ്റവും നല്ല സ്റ്റോക്കുകളും ഏറ്റവും നല്ല സെക്യൂരിറ്റീസും സംഭവങ്ങളൊക്കെ ബോൺസൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ എത്ര റിട്ടേൺ കിട്ടുകയെന്ന് വെച്ചാൽ ആ റിട്ടേൺ നമുക്ക് തരും. ചെറിയൊരു പെർസെൻറ്റേജ് ഫീസായിട്ട് അവരെടുക്കും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ അത് ജസ്റ്റ് സ്റ്റെപ്സാണ് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് പൈസ വരുന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ട് മാനേജർ ഉണ്ടാവും. അപ്പോൾ ആ ഫണ്ട് മാനേജർ ഈ ഒരു പൈസയൊക്കെ കളക്ട് ചെയ്ത് വലിയ പൈസ ആയിരിക്കും, കാരണം കുറേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഹ്യൂജ് മണി കളക്ട് ചെയ്തതിന് ശേഷം അത് കറക്റ്റായിട്ടുള്ള അയാളുടെ കുറേ സ്കില്ലുണ്ടാവില്ല. അയാൾ കുറേ കൊല്ലങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു ഫീൽഡിലുള്ള ആളാണ്, കുറേ കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അയാൾ ഏറ്റവും നല്ല സ്റ്റോക്സ് കണ്ടുപിടിക്കും. അതിന് ശേഷം ഈ ഒരു ഫണ്ടൊക്കെ എടുത്ത് അതിൽ എല്ലാത്തിലും ഡിവൈഡ് ചെയ്ത് അത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറേ അധികം ആൾക്കാർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല, കാരണം സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാനുള്ള കുറച്ചധികം പണിയുള്ള പരിപാടിയാണ്. അപ്പോൾ അത്രയും കൊല്ലം അതിന് വേണ്ടി ചിലവഴിച്ച് അത്രയും നാളെ അത് പഠിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ താല്പര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് മിക്കവാറും നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തലവേദന എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പൈസ കൊടുത്താൽ മതി. നല്ല മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം പൈസ കൊടുത്താൽ മതി. അപ്പോൾ അവർ കറക്റ്റായിട്ട് അത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൈസ റിട്ടേൺ തരും. ഇത് ആ ഒരു ഫണ്ട് മാനേജർ അതിന് കുറച്ച് റിട്ടേൺ നമുക്ക് തരുന്നതിന് വേണ്ടി അവർ നമുക്ക് വേണ്ടി പണിയെടുക്കാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയൊരു ഫീസ് അവരെടുക്കും. എന്നാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം നമ്മളൊന്നും അറിയണ്ട. ചെറിയൊരു ഇത് അവരെടുക്കും, അതിന് ശേഷം ബാക്കി റിട്ടേൺ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വാങ്ങണേന്നും അതേപോലെ തന്നെ ചെറിയൊരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയുടെ തമ്പനിയിൽ ഇട്ടേക്കണ പോലെ ഏകദേശം ഒരു 50 രൂപയോ ഒക്കെ തൊട്ട് നമുക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് SIP ചെയ്ത് തുടങ്ങാൻ പറ്റും. അതായത് മന്ത്ലി 50 രൂപ ഇട്ടാൽ മതിയാവും, അല്ലെങ്കിൽ 50 രൂപ 100 രൂപയോ 500 രൂപയൊക്കെ ഒറ്റയടിക്ക് ഇട്ടിട്ട് പിന്നെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് വേണമെങ്കിൽ അതിൻ്റെ റിട്ടേൺ കിട്ടുമോ നോക്കാം. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടാണിത്. അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ അപ്സ്റ്റോക്സ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ അറിയാത്തതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് അപ്സ്റ്റോക്സ് അക്കൗണ്ട്. അടിയിൽ മൈ ലിസ്റ്റ്, ഓർഡേഴ്സ്, പോർട്ട്ഫോളിയോ, ഡിസ്കവർ, അക്കൗണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്യും. അപ്പോൾ അതിന് ശേഷം ഇവിടെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി കാണാം. പോർട്ട്ഫോളിയോ നിങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി കാണാം. അതിന് ശേഷം ഇവിടെ മുകളിൽ സെർച്ച് ഫോർ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി കാണാം. അതായത് സെർച്ച് ഫോർ എന്ന് പറഞ്ഞിട്ട് സെർച്ചിൻ്റെ ഒരു സംഭവം കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫണ്ട് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് വാങ്ങണേന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫണ്ട് ജസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ അടിയിൽ 1 ടൈം ഉണ്ട്, SIP ഉണ്ട്. 1 ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു വലിയ എമൗണ്ട് ആണെങ്കിൽ അത് ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, അത് മാത്രം ചെയ്യുക. SIP എന്ന് പറഞ്ഞാൽ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാ മാസവും നിങ്ങൾ ചെയ്യണം.
അപ്പോൾ ഞാൻ ജസ്റ്റ് SIP ആണ് സെലക്ട് ചെയ്യണത്. അതിനുശേഷം ഇവിടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 10 രൂപയാണ്. ഇപ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് 10 ആണെങ്കിൽ ജസ്റ്റ് 10 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ബാങ്ക് ഇവിടെ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ് ഇവിടെ കൺഫേം ടു ബൈ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഓർഡർ പ്ലേസ് ആവും. അപ്പോൾ നമ്മുടെ ഫണ്ട് കുറച്ച് ഡേയ്സ് എടുക്കും, ഒരു 5-6 ദിവസം എടുക്കും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ആ ഒരു ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഇത്ര ഈസിയാണ്. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇതിവിടെ ഏത് ഡേറ്റാണ് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ഡേറ്റിൽ എല്ലാ മാസം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും, നമ്മൾ ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫണ്ട് സെലക്ട് ചെയ്തിട്ട് എമൗണ്ട് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയുള്ള ഈസി ആയിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും മ്യൂച്വൽ ഫണ്ട് കറക്റ്റായിട്ട് തോന്നണേ നിങ്ങൾക്ക് വെച്ചാൽ അത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നമ്മൾ വേറെ എന്തായാലും ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ അപ്ലൈ സംശയങ്ങൾ ഇപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്താം. അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.